നമസ്കാരം. ഉത്തർപ്രദേശിൽ ഗോണ്ട ജില്ലയിൽ ബബൻജോട്ട് ബ്ലോക്കിലെ ഓസ്നി ബുസുർഗിലുള്ള ഒരു നോളജ് ബീം അക്കാഡമി എന്നൊരു സ്കൂളുണ്ട്. ഈ നോളജ് ബീം അക്കാഡമി ഒരു സ്കൂളാണ്, +2 വരെയുള്ള സ്കൂൾ. അതിനും അപ്പുറത്തേക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്കുണ്ടെന്ന് പറയപ്പെടുന്നു. എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ അതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പല പേരുകളിലാണ്. എന്തായാലും ഈ പ്രത്യേക സ്കൂളിൻ്റെ പേര് നോളജ് ബീം എന്നാണ്. ഈ നോളജ് ബീം സ്കൂളിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമ്മുടെ ഭാരതം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസം ഒരു സംഭവം നടന്നു. ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധിച്ച് ബുർഖ ധരിപ്പിച്ച് നൃത്തം ചെയ്യിപ്പിച്ച് ആ വീഡിയോ ചിത്രീകരിച്ച് അത് വൈറലാക്കിയ സംഭവം. കൃത്യമായിട്ട് അതിനെതിരെ പരാതികൾ ഉയർന്നു. ആ പെൺകുട്ടികളുടെ രക്ഷകർത്താക്കൾ പരാതി നൽകി. ആ പരാതിക്ക് മേൽ ഉത്തർപ്രദേശ് സർക്കാർ കൃത്യമായ നടപടികളും കൈക്കൊണ്ടു. സ്കൂൾ പൂട്ടി സീൽ വെച്ചിരിക്കുകയാണ്. കാരണം ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള അനുമതിയോ രജിസ്ട്രേഷനോ ഒന്നുമില്ല എന്ന അന്വേഷണത്തിൽ ബോധ്യമായതായിട്ട് പോലീസിൻ്റെ വൃത്തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. തന്നെയുമല്ല, വിദ്യാഭ്യാസ ഓഫീസർ കൃത്യമായിട്ടുള്ള അന്വേഷണവും ഈ സംഭവത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയുന്നത്. അമിത് കുമാർ സിംഗ് എന്ന വിദ്യാഭ്യാസ ഓഫീസർ പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് സ്കൂളിന് കൃത്യമായിട്ടുള്ള നടത്തിപ്പിനുള്ള അനുമതിയോ മറ്റൊന്നുമില്ല. ഈ സംഭവം ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഒരു പ്രത്യേക കാര്യം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അഭിരമിക്കുന്ന ഒരു തലമുറ ഇപ്പോൾ വളർന്നു വരുന്ന കാലമാണിത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 6 മാസങ്ങൾക്ക് മുൻപ് വരെ വളരെ പ്രചാരം നേടിയ ഒരു റീൽ ട്രെൻഡ് ഉണ്ടായിരുന്നു. ഹിന്ദു പെൺകുട്ടികളുടെ പൊട്ടും ഒക്കെ മായ്ച്ച് കളഞ്ഞ് അവരെ ബുർഖ ധരിപ്പിക്കുക, അല്ലെങ്കിൽ ഈ തലമുടി ചുറ്റിക്കെട്ടുന്ന ഒരു ചാക്ക് കെട്ടുണ്ടല്ലോ, അത് ധരിപ്പിക്കുക എന്നുള്ള ഒരു റീൽ. അതാരിട്ടാലും അത് വലിയ ട്രെൻഡാക്കുക. വളരെ സംഘടിതമായൊരു ശ്രമം തന്നെ അതിൻ്റെ പേരിൽ നടന്നിരുന്നു. അതിനൊരു മറുപടി വന്നു തുടങ്ങിയപ്പോൾ ബുർഖ അഴിച്ച് സിന്ദൂരം തൊടിയിക്കുക, അല്ലെങ്കിൽ സാരി ഉടുപ്പിക്കുക എന്നുള്ളൊരു മറുപടി ട്രെൻഡ് വന്നപ്പോൾ വലിയ കോലാഹലങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർത്തുവാനുള്ള ശ്രമങ്ങളുണ്ടായി. എന്തായാലും ആ ട്രെൻഡ് അവിടെ നിന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും കൂടി ഇത്തരത്തിലുള്ള പ്രചാരങ്ങൾ, അതായത് ഇതൊക്കെ ട്രെൻഡാണ്, ബുർഖ ധരിക്കുന്നത് ട്രെൻഡാണ്, നിസ്കരിക്കുന്നത് ട്രെൻഡാണ്, ഇസ്ലാമിനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് ട്രെൻഡാണ്, ഇവയെല്ലാം യുവതലമുറയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഇൻ്റലിജൻസ് സീഡിങ് എന്ന് പറയും, ഇത്തരത്തിലുള്ളൊരു ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ തോട്ട് സീഡിങ് എന്ന് പറയും, ചിന്തകൾ വിതയ്ക്കുന്ന ഒരു രീതി കൃത്യമായിട്ട് ആസൂത്രിതമായൊരു പദ്ധതിയുടെ ഭാഗമെന്ന് സംശയിക്കേണ്ട തരത്തിൽ തന്നെ നടന്നു വരുന്നുണ്ട്. അതിലൊരു സംശയവും വേണ്ട. അതിൻ്റെ ഒരു രൂപമാണ് ഉത്തർപ്രദേശിലെ ഈ നോളജ് ബീം സ്കൂളിൽ നാം കണ്ടത്. കേരളത്തിൽ അത് കഴിഞ്ഞ കുറേ കാലമായി കൃത്യമായ ആസൂത്രിതമായ പദ്ധതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അത്തരം സംശയം തോന്നത്തക്ക രീതിയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു രീതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഈ ലൈക്കും ഷെയറും, ഇത് ലൈക്കും ഷെയറും ചെയ്യുന്ന ഹിന്ദുക്കളുടെ അടുത്തോ ക്രിസ്ത്യാനികളുടെ അടുത്തോ ആരും വന്നത് അവരുടെ മനസ്സ് മാറ്റാനായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യിപ്പിക്കുന്നതല്ല. അവിടെയാണ് ഈ ലൈക്കിൻ്റെയും ഷെയറിൻ്റെയും ഒരു കളി കിടക്കുന്നത്. കൃത്യമായിട്ട് ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലുള്ള ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള സുഖം നൽകുന്ന, ലൈക്കുകളുടെയും ഷെയറുകളുടെയും എണ്ണം കണ്ട് സുഖം നൽകുന്ന, അതിനൊപ്പമുള്ള സാമ്പത്തിക ലാഭവും നൽകുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാവുകയുള്ളൂ, നിങ്ങൾക്കൊരു പ്രശസ്തി ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു ധാരണ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഒരു സംഘടിത ശക്തി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം, ഇൻസ്റ്റാഗ്രാമിലുമുണ്ട്. ടിക്ടോക്ക് ഉണ്ടായിരുന്ന കാലത്ത് അതിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ എത്രയോ മടങ്ങധികമായിരുന്നു ഇവരുടെ ഒരു സാന്നിധ്യം. അവർ ആസൂത്രിതമായിട്ട് അവർക്കൊരു പദ്ധതിയും ഒരു ബ്ലൂ പ്രിൻറ്റും നൽകേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മതം അത് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടാൽ ഒന്നും നോക്കണ്ട, ഷെയർ ചെയ്തുകൊള്ളുക. അതിൽ നിന്ന് അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകട്ടെ, അതിൽ നിന്ന് ലാഭം നമുക്ക് തന്നെയാണ്. കാരണം ഇടക്കാലത്തും ഇപ്പോൾ യുവജനോത്സവങ്ങളിൽ പോലും ഖുർആൻ പാരായണ മത്സരം വന്നത്, അതിന് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഖുർആൻ പാരായണം മത്സരം വന്നതുപോലും ഇത്തരത്തിലുള്ളൊരു ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എളുപ്പം ഗ്രേസ് മാർക്ക് കിട്ടാൻ എന്താണ് മാർഗം? ഖുർആൻ പഠിക്കുക, പഠിച്ചിട്ട് അവിടെ പോയി നന്നായി പാരായണം ചെയ്യുക. അതിന് സമ്മാനം ലഭിക്കുന്നത്, അതിപ്പോൾ യുവജനോത്സവത്തിലാകട്ടെ, യുവജനോത്സവത്തിന് പുറത്ത് പല സംഘടനകളും അത് ആസൂത്രിതമായി തന്നെ നടത്തുന്ന മതസംഘടനകളുണ്ട്, ഇസ്ലാമിക സംഘടനകളുണ്ട്. ആ മതസംഘടനകളുടെ എല്ലാ മത്സരങ്ങളുടെ ഒരു പഴയ വിവരങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അതിലെ വിജയികളിൽ ഒരു ഭൂരിഭാഗവും
ഹിന്ദുമതത്തിൽപ്പെട്ട പെൺകുട്ടികളായിരിക്കും. ഇതിനെ ആസൂത്രിതമായ ഒരു പദ്ധതി അല്ല എന്ന് ആരെങ്കിലും പറയുമെങ്കിൽ അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുണ്ടന്നൂർ XMLA തോറ്റ MLA വിളിച്ചതുപോലെ നിഷ്കളങ്കരെ എന്ന് വിളിക്കേണ്ടത്. ആ നിഷ്കളങ്കരോട് എനിക്കൊന്നും പറയുവാനില്ല. നിഷ്കളങ്കരല്ലാതെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവരോടാണ് ഈ വിഷയം അവതരിപ്പിക്കുവാനുള്ളത്. വളരെ അപകടം പിടിച്ചൊരു മണ്ഡലമാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം. ടിക്ടോക്ക് VPNലൂടെ ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ടിക്ടോക്കും. കാരണം ടിക്ടോക്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 1000 മടങ്ങ് ഒരു വിനാശശക്തിയുള്ള ഒരു മണ്ഡലമാണ്, സാമൂഹ്യ മാധ്യമമാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു 1000 ടിക്ടോക്കാണ് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു 1000 മടങ്ങ് വിനാശശേഷിയുള്ളൊരു സാമൂഹ്യ മാധ്യമമാണ് ടിക്ടോക്ക്. അവിടെ VPN ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ VPNലൂടെ ഇപ്പോഴുള്ള ഭാരതത്തിൽ അല്ലാതെ നേരായ മാർഗത്തിൽ ടിക്ടോക്ക് ലഭ്യമല്ല. അതിനും അപ്പുറത്തേക്ക് കടന്നവർ ടിക്ടോക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ആസൂത്രിതമായ പദ്ധതികൾ നടപ്പാക്കപ്പെടുന്നുണ്ട് മതപരിവർത്തനത്തിന് വേണ്ടി. അത്തരത്തിലുള്ളൊരു സംഭവമാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടന്നിരുന്നത്. ഉത്തർപ്രദേശിൽ യോഗി സർക്കാരായിരുന്നതുകൊണ്ട് അതിന് പരിഹാരം കാണപ്പെട്ടു, അതിന് തടയിടപ്പെട്ടു. കേരളത്തിൽ യോഗി സർക്കാരല്ല, ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ സർക്കാരാണ് എന്ന വിമർശനം ഏതാണ്ട് ഏറെക്കുറെ വാസ്തവികമായി ഏറ്റുവാങ്ങുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷം ഇതിനേക്കാൾ വഷളായിട്ടുള്ള ജിഹാദി പക്ഷക്കാരാണ്. എന്താകും നമ്മുടെ കുട്ടികളുടെ ഭാവി എന്നുള്ളത് നാമാണ് തീരുമാനിക്കേണ്ടത്. കുട്ടികളുടെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, ഞാൻ അവരെ അങ്ങനെയൊന്നുമല്ല വളർത്തിയത്, അവർ സംസ്കാര സമ്പന്നരാണ്, അവർ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നത് എന്നൊരു അഹന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നാളെ ഒരു പക്ഷേ ഒരു ഫ്രിഡ്ജിനുള്ളിലോ ഫ്രീസറിനുള്ളിലോ നിങ്ങളുടെയോ എൻ്റെയോ ഈ അഹന്ത ആരുടെ മനസ്സിൽ വന്നാലും, ദ പ്രൈഡ് കമത്ത് ബിഫോർ ദ ഫോൾ എന്ന് ഷേക്സ്പിയർ മാക്ബത്തിൽ പറഞ്ഞിട്ടുണ്ട്. പതനത്തിന് തൊട്ടു മുൻപാണ് അഹന്തയുണ്ടാവുക, അല്ലെങ്കിൽ അഹന്ത കയറി വരിക. അത്തരത്തിലൊരു അഹന്ത എന്നിലോ നിങ്ങളിലോ ഉണ്ടായാൽ ആ പതനം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ കുട്ടികളുടെ ജീവിതം തകരുന്ന കാഴ്ച നമ്മുടെ കൺമുമ്പിൽ കാണേണ്ടി വരുന്നൊരു ദുരവസ്ഥയിലൂടെ ആയിരിക്കും. കുമാരനാശാൻ്റെ ദുരവസ്ഥ മുതൽ ഇന്നത്തെ നമ്മുടെ ദുരവസ്ഥ വരെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്, അവരുടെ പ്രവർത്തന ശൈലികൾ മാറിയിട്ടുണ്ട്, അവരുടെ ആശയങ്ങൾ മാറിയിട്ടില്ല. നമ്മുടെ പ്രതികരണങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അത് ഞാനും നിങ്ങളുമാണ് ചിന്തിക്കേണ്ടത്. ആ ചിന്ത ഒന്ന് ഉണർത്തുവാൻ വേണ്ടി കൂടി ഈ ഒരു വാർത്ത പ്രയോജനപ്രദമാകുമെങ്കിൽ, ഈ ഒരു വിശകലനം പ്രയോജനപ്രദമാകുമെങ്കിൽ, ഒരാൾക്കെങ്കിലും അത് പ്രയോജനപ്പെടുമെങ്കിൽ കൃതാർത്ഥനായി. ഇല്ല എങ്കിൽ ഈ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും, നിരാശനാവാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.